അവിടെയൊക്കെ എത്ര വീടുകളാണുള്ളത്? ആ വീടുകളിൽ ഒരാണന്തരി പോലും ഇല്ലാതെ പെൺകുട്ടികളും അവരുടെ ഉമ്മമാരും മാത്രം കിടന്നുറങ്ങുന്ന എത്രയോ വീടുകൾ ഈ മലബാറിലും നമ്മുടെ നിലമ്പൂരിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താ കാരണം? ആരെയും ഭയപ്പെടാനില്ലാതെ അവർക്കൊക്കെ അവരുടെ രക്ഷിതാക്കൾക്ക്, അവരുടെ സഹോദരന്മാർക്ക് ഗൾഫിൽ പോയി ജോലി ചെയ്യാൻ കഴിയുന്ന ആഭ്യന്തരമായ സുരക്ഷിതത്വം ഈ നാട്ടിലുണ്ടാക്കിയെടുക്കാൻ ഇവിടുത്തെ നമ്മുടെ ഉമ്മത്തിന് സാധിച്ചു എന്നതാണ്. അതിന്റെ പിന്നിൽ അവരുടെ മതബോധം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേപോലെ അതേ അളവിൽ ഒട്ടും കുറവല്ലാതെ നമ്മുടെ രാഷ്ട്രീയമായ ബോധവും സംഘബോധവും നമ്മളെ അതിന് സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ എല്ലാ അർത്ഥത്തിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സാധാത്തുക്കൾ, അവരൊക്കെ വലിയ സംഭാവനകൾ നൽകും. എവിടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും അവരവിടെ ഓടിയെത്തും. അല്ലെങ്കിൽ നാട്ടില് ഒരു പ്രശ്നമുണ്ടായാൽ ഏത് കുടുംബത്തിനാണെങ്കിലും അവിടെ ആന്തരി ഇല്ലെങ്കിലും അവരുടെ കുടുംബനാഥൻ അവിടെ ഇല്ലെങ്കിലും അവിടുത്തെ കാരണവന്മാർ അവിടെ ഓടിയെത്തും. ഈ മനോഹരമായ അന്തരീക്ഷമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോയതാണ് കേരളത്തിന് പുറത്ത് സംസ്ഥാനങ്ങളിലുള്ള ആളുകളുടെയൊക്കെ പ്രശ്നം. പക്ഷെ അത് പരിഹരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അത് പരിഹരിക്കാൻ അവർക്കൊരു ലീഡർഷിപ്പ് വേണം. ആ ലീഡർഷിപ്പ് അവർക്കുണ്ടാകണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. ആ വിദ്യാഭ്യാസം അവർക്ക് നൽകുകയും അതുവഴി അവർക്കിടയിൽ നിന്ന് തന്നെ നല്ല ലീഡർമാരെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുകയും വേണം. അങ്ങനെ നല്ലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കുമ്പോഴാണ് കൃത്യമായ അളവിൽ കൃത്യമായി നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഹാദിയ ഇത്രയും കാലം വളരെ വിപുലമായി നടത്തിയത്. ശ്രമിക്കുമ്പോഴാണ് നമ്മൾ സഹിഷ്ണുത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ചിലരൊക്കെ പറഞ്ഞുകൊണ്ടാണ് സഹിഷ്ണുത നശിപ്പിക്കുന്നത്, ചിലർ മൗനം കൊണ്ടാണ്. മൗനം കൊണ്ടുപോലും ഈ രാജ്യത്ത് സഹിഷ്ണുത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നവർ, ഉത്തരവാദിത്തപ്പെട്ടവർ പലപ്പോഴും മൗനം അവലംബിക്കുന്നു. ഈ രാജ്യത്തെ ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷ സമുദായത്തിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഭരണസ്ഥാപനങ്ങൾ ഇരിക്കുന്ന ആളുകൾ നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സന്ദർഭത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും അവർ കൃത്യമായി കണക്ക് കൊടുത്താൽ അവസാനിക്കുന്ന പ്രശ്നങ്ങളെ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ച് ഭരണാധികാരികൾ പോലും മിണ്ടാതിരുന്ന് ആളുകളെ പരസ്പരം അവർ അകന്നു പോകണം. അതിലൂടെ എന്റെ എതിരാളി രാഷ്ട്രീയ പാർട്ടികളൊക്കെ തകരണം എന്ന് ചിന്തിക്കുന്ന കുറുക്കന്റെ കൗശലങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ പരിഹരിക്കപ്പെടാൻ നമുക്കുള്ള പ്രതീക്ഷ ഇതുപോലെയുള്ള നേതൃത്വമാണ്. ബഹുമാനിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ ആദരണീയനായ പിതാവ്, അതുപോലെ ബഹുമാനിയായ സന്ദീപ് വാര്യർ, ഇവരൊക്കെ ഈ സദസ്സിൽ സംസാരിക്കാനിരിക്കുന്നു. ബഹുമാനിയായ ഷാജി സാഹിബ് ഇവിടെയുണ്ട്, ഓണംപള്ളി ഉസ്താദ് ഇവിടെയുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ ഇന്ത്യയാണ് ഈ കേരളം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. ആ സന്ദേശത്തെ മുറുകെ പിടിക്കാനാണ് ദാറുൽ ഹുദയും ഹാദിയയും ഒക്കെ ഇതുപോലെ ഒരു സംഗമം ഈ നിലമ്പൂരിന്റെ മണ്ണിൽ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഇവിടെ ഇതുപോലെ സംഗമം വിളിച്ചു ചേർക്കുന്നത്. നമുക്ക് പരസ്പരം തല്ലാൻ വേണമെങ്കിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ നമുക്ക് ഒരുമിച്ചിരിക്കാൻ എത്ര കാരണങ്ങളുണ്ട് അതൊക്കെ തേടിപ്പിടിക്കണമെന്ന് പറയുന്ന ബഹുമാന്യരായ സയ്യിദുമാർ, നമ്മൾ ആ പാരമ്പര്യത്തിലാണ് ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ഞാനതൊക്കെ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. വളരെ വിലപ്പെട്ട സമയത്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇന്നിവിടെ നിന്ന് യാത്ര പുറപ്പെടാനുള്ളതാണ്. 100ഓളം എംപിമാർ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയിൽ ഡൽഹിയിൽ പങ്കെടുക്കാനുണ്ട്. ഈ പരിപാടി നിങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു അവരുടെ തണലിൽ ദീർഘകാലം ഈ സമൂഹത്തിന് ഈ അദ്ദേഹം മുസ്ലിങ്ങളുടെ മാത്രം നേതാവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും തുറന്നിട്ട കവാടങ്ങൾ, ആർക്കും കയറി വരാവുന്ന മനോഹരമായ ആ അൽമൻഹലിന്റെ വീട്, അൽഹംദുലില്ലാഹ് അല്ലാഹു അതിന്റെ അനുഗ്രഹം നമുക്ക് ദീർഘകാലം ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഡോക്ടർ ജോസഫ് മാർ തോമസ് CBCI എന്ന് പറയുന്ന കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ഏറെക്കാലം കേരളത്തിലെ കാത്തലിക് ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്നു അദ്ദേഹം. ബത്തേരിയിലെ പിതാവ്, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനായ ഓളംപള്ളി മുഹമ്മദ് വൈസി ഞങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ദീർഘമായ കാലഘട്ടം ഈ പരിശുദ്ധമായ സമൂഹത്തിന് നല്ല കൃത്യമായ നേതൃത്വവും നിലപാടുകളും പകർന്നു കൊടുക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. KM ഷാജി സാഹിബ്, അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ടതില്ല. നിലപാടുകൾ പറയുന്നതിൽ ഒരു മയവും കാണിക്കാത്ത അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സന്ദീപ് വാര്യർ, കാലുഷ്യത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് മനുഷ്യരെ തമ്മിലകറ്റുന്ന പ്രത്യയശാസ്ത്രങ്ങളെ വലിച്ചെറിഞ്ഞ് സ്നേഹത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അഭിമന്യനായ DCC പ്രസിഡന്റ് VS ജോയിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം. സ്റ്റേജിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇരിക്കുന്നു. നമുക്കൊരു
ഒരുമിച്ച് നിൽക്കാൻ പ്രിയത്തെ കാണിക്കണം. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഈ സഹിഷ്ണുതയെ തകർക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, നമ്മുടെ എന്തെങ്കിലും ഒരു നിലപാട് കൊണ്ട് ഒരു കാരണവശാലും നിങ്ങളല്ലാത്തവർ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ മോശമായിട്ട് അവരെ കുറിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്രത്യേക ശാസ്ത്രത്തെ നമ്മൾ മുറുകെ പിടിക്കുക. സർവശക്തനായ അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ വേദിയുടെ ഉദ്ഘാടനം ബഹുമാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. അത് ഒരു ചെറിയ ഒരു ഡോക്യുമെന്ററി ഇവിടെ ഇടുന്നു. അതിനുശേഷം ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ അതിലേക്ക് പ്രവേശിക്കും. പൈതൃകങ്ങളുടെ കഥ പറയുന്ന കടലുണ്ടി പുഴയോരത്തെ മൃദു മന്ദഹാസത്തിന്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാമുദായിക സംഘർഷങ്ങളുടെ തീപ്പൊരി വീടുന്നിടത്തെല്ലാം ഓടിയെത്തി സൗഹൃദ കേരളത്തിന് വേണ്ടിയുള്ള നിലപാടുകളിൽ ഉറച്ചുനിന്ന് പ്രതിസന്ധികളിൽ പതറാതെ കേരളീയ സമൂഹത്തിന് നേതൃത്വം നൽകിയവരാണ് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദുമാർ. കാരിരുമ്പിന്റെ കരുത്തും പനിനീരിന്റെ വിശുദ്ധിയുമുള്ള ആ പരമ്പരയിലെ ഉജ്ജ്വലമായ നേതൃത്വം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മതസാഹോദര്യത്തിന്റെ മഹിത പാരമ്പര്യമുള്ള കേരളത്തെ വർഗീയവാദികൾക്ക് എറിഞ്ഞുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും സുഹൃത്ത് സംഗമങ്ങൾ സംഘടിപ്പിച്ച് സമാനതകളില്ലാത്ത സാംസ്കാരിക സമന്വയത്തിന്റെ ചരിത്രം തീർത്ത സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സമൂഹത്തിൽ ശത്രുതയും വൈരവും വളർത്താൻ പണിപ്പെടുന്നവർക്ക് ഒരു നറുപുഞ്ചിരിയോടെ സൗഹൃദത്തിന്റെ മഹത്വം പകർന്നുകൊടുക്കുന്ന നേതാവ്. ഇന്ത്യയിലെ സാമുദായിക ഐക്യത്തിന്റെ പ്രതീകമെന്ന് പരിശുദ്ധ ഹറം ഇമാം അബ്ദുള്ള അബ്ദുറഹിമാൻ അൽ ബുഐജാൻ വിശേഷിപ്പിച്ച നേതാവ്. മുനമ്പം പ്രശ്നമടക്കം സ്പർദ്ധയുടെ കൊള്ളിയാനുകൾ മിന്നുന്ന കേരള ഭൂമികയിൽ മതമേലധ്യക്ഷന്മാരെ ഒന്നിച്ചിരുത്തി സമാധാനത്തിന്റെ സന്ദേശം പകരുന്ന നായകൻ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ അനിഷേധ്യനായ അധ്യക്ഷൻ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രൗഢമായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട തങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രഭാഷണം കൊടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള CBCI വൈസ് പ്രസിഡന്റും നമുക്ക് പ്രിയങ്കരനുമായ ഡോക്ടർ ജോസഫ് കുമാർ തോമസ് അവர்கள், അഡ്വക്കേറ്റ് ഓണപ്പള്ളി ജൻസി വിഭാഗങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഏതൊരു കുട്ടിക്കാണ് അത് ചേർത്ത് പിടിക്കാൻ അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. അത് ദൈവം വെക്കുന്നത് തന്നെയാണ്. അമ്മ മാത്രമല്ല, മാതാവ് മാത്രമല്ല ഉണ്ടാവുക. മാതാവിൻ്റെ ബന്ധുജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, കൂട്ടുകാര്, കുടുംബക്കാര്, സന്ദീപ് ഭായിയെ ഈ സംഗമത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. അപ്പൊ ചേർന്നിരിക്കാനുള്ള പാഠം ജനിച്ചു വീഴുമ്പോൾ തന്നെ ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് വീട്ടിൽ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതായാലും ഇനി ആശുപത്രിയിൽ പ്രസവിക്കുന്നതായാലും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് ആളുകൾ കാണാൻ വരും, കൂട്ടുകാർ, കുടുംബക്കാർ ഒക്കെ കാണാൻ വരും. അപ്പൊ ആ ചേർന്നിരിപ്പ് ജനനം മുതൽ നമുക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോഴേ നമുക്ക് വളരാൻ സാധിക്കുന്നുള്ളൂ. ജനിച്ചു വീഴുമ്പോൾ മറ്റു ജീവജാലങ്ങളെ പോലെ മനുഷ്യർ പ്രത്യേക ജീവിയാണെന്നുള്ളത് കൊണ്ടാണത്. പ്രത്യേക ജീവിയായ അവന് പ്രത്യേക സുരക്ഷിതത്വം കിട്ടണം, സംരക്ഷണം കിട്ടണം. അതുപോലെ അവൻ വളർന്നു വരണം. ദൈവം ഏറ്റവും ഇഷ്ടപ്പെടും. മനുഷ്യരുടെ കടമ തീർക്കാതെ ദൈവത്തോടുള്ള കടമ തീർക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ മറ്റൊരു മനുഷ്യനെ കുതിരെ തല്ലി
എന്നിട്ട് ദൈവത്തോട് പഠിച്ചവനെ നീ എന്നെ കാക്കണമെന്ന് പറഞ്ഞാല് ദൈവം അത് കേട്ടുകൊണ്ടാണ്. മറിച്ച് ആ തല്ലിയവരോട് മാപ്പ് പറയണം. താൻ ചെയ്ത തെറ്റ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ നിന്നെ അടിച്ചു പോയി, അന്യായമായി ഞാൻ നിന്നെ ആക്രമിച്ചു, എനിക്ക് അതിന് നീ എനിക്ക് പൊറുത്തു തരണം. അവൻ പൊറുക്കുമ്പോഴേ ദൈവം പൊറുക്കുള്ളൂ. അല്ലാതെ അവന്റെ ആ ദേഷ്യം നിലനിൽക്കുന്നോളം ദൈവം ആ ദേഷ്യം മാറ്റുകയില്ല. കാരണം അല്ലാഹു സൃഷ്ടാവ് പറയുന്നുണ്ട്, പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവേശ്വരന്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. അടുത്തതായി ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ അസാസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ദാറുൽ ഹുദ റിസർച്ച് കാർണിവലിന്റെ ലോഗോ പ്രകാശനം ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട തിരുമേനിക്ക് നൽകി പ്രകാശനം ചെയ്തു. ആദരം ക്ഷണിച്ചുകൊള്ളു. ജില്ലാ പ്രസിഡന്റ് സ്നേഹധന്യനായ VS ജോയ്, മറ്റു വേദിയിലെ സദസ്സിലെ സ്നേഹധന്യരായ സഹോദരന്മാർ, സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. കാരണം അത്രയും ദീർഘമായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒട്ടേറെ പേർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാത്തിരിക്കുകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 40ാം വാർഷിക പരിപാടിയുടെ ഭാഗമായി ഹാദിയ നടത്തുന്ന ഈ ഒരു പരിപാടി ഒരു മാനവിക സംഗമം എന്ന പേരിൽ തന്നെ നടത്തപ്പെടുമ്പോൾ നമ്മൾ ഏറെ ആലോചിക്കേണ്ട കാര്യം ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനം തന്നെയാണ് ആ സമൂഹത്തിന്റെ സാംസ്കാരിക വികാസത്തിന്റെ പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് ഇവിടെ ബഹുമാന്യരായ എൻ്റെ സഹോദരന്മാർ വിളിച്ചു പറയുകയാണ്. വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിനാണ് സാംസ്കാരികമായി വളരാനും വളർത്താനും സാധ്യമാകുന്നു. ആ വിദ്യാഭ്യാസം മതബോധത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഭൗതികമായ അർത്ഥത്തിലുള്ള ജ്ഞാനാന്വേഷണങ്ങളുടേതുമാകുമ്പോൾ ആ വഴിയെല്ലാം ചേരുന്നൊരു സാംസ്കാരികമായൊരു പ്രബുദ്ധത അവർക്ക് ലഭ്യമാകും. ദാറുൽ ഹുദയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പറയേണ്ടതില്ലാത്ത വിധം അത്രമേൽ പ്രഗത്ഭമായി നിൽക്കുന്ന ഒട്ടേറെ പ്രഗത്ഭരായ നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ധർമ്മമുണ്ട്. അതിതാണ് മനുഷ്യത്വത്തിന്റെ ഉദ്ധാനമാണ് ഞാൻ ഏൽപ്പിച്ച ധർമ്മം എന്നാണ്. നുരീദു അന്ന മുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദ്. ഭൂമിയിലെ ദുർബലന്റെ അവന്റെ നന്മ നേരുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഖുർആൻ അവിടെ രണ്ട് കാര്യം പറയാൻ. നുരീദു അന്ന മുന്ന അലല്ലദീന സ്തുദഇഫു ഫിൽ അർദ്. ഭൂമിയിലെ ദുർബലൻ, എഴുന്നേറ്റു നടക്കാൻ പോലും സാധ്യമാകാത്ത ദുർബലൻ, ആ ദുർബലന്റെ നവോത്ഥാനമാണ് നാം ആഗ്രഹിക്കുന്നത്. അവനെ ഭൂമിയുടെ രാജാവാക്കാൻ, അവൻ ഭൂമിയുടെ അനന്തരാവകാശിയാകാൻ നാം ആഗ്രഹിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ. അതേ ആയത്തിന്റെ തൊട്ടടുത്തായി അല്ലാഹു പറഞ്ഞു, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ കിരാതനായ മനുഷ്യൻ എന്ന ഭരണാധികാരിയുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം ഇന്നതാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ. മനുഷ്യനെ വിഭജിക്കുന്ന രാഷ്ട്രീയം, ഡിവൈഡ് ആൻഡ് റൂൾ, പരസ്പരം തമ്മിലടിപ്പിക്കാൻ സാധ്യമാകുന്ന രാഷ്ട്രീയം. ഖുർആൻ ആ രാഷ്ട്രീയത്തെ നിർവചിച്ചു. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്. ഫറോവ ഭൂമിയുടെ അധികാരം ഏറ്റെടുത്തിട്ട് ചെയ്ത പണി വജഅല അഹ്ലഹാ ശിയഅൻ. ജനങ്ങളെ അവൻ വർഗീകരിച്ചു. പ്രജകൾക്കിടയിൽ വർഗീകരണം ഉണ്ടാക്കുക എന്ന് പറയുന്ന കുടില രാഷ്ട്രീയ തന്ത്രം ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരെല്ലാം ഫറോവീയ രാഷ്ട്രീയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞു വച്ചു ഖുർആൻ. അവരവിടെ പോയി. എവിടെ? ഈ സൂഫിയുടെ പർണശാലകളിൽ.
ചിശ്തി മശായിഖുമാരുടെ പർണശാലകളിൽ ചെന്നിരുന്ന് പാട്ടുപാടിയതിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഒരു നിലാവ് പോലെ ഇന്ത്യയുടെ ആകാശത്ത് ഒഴുകി പരന്നത് എന്ന് പറഞ്ഞു തരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ മനോഹരമായി എഴുതിയ പ്രഗത്ഭനായ ചരിത്രകാരൻ A.L. ഭാഷാമാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെ ചേർന്നു പോയതാണ് ഇന്ത്യ. ഈ നാടിന്റെ ചരിത്രവും ഈ നാടിന്റെ സാഹിത്യവും അങ്ങനെയാണ്. ഈ നാട് പറഞ്ഞു തന്ന ഒരു വലിയ മനുഷ്യന്റെ ജീവിത ചരിത്രം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരു ജീവിതം അത് പറഞ്ഞു തരികയാണ് രാമായണം. രാമന്റെ അയനം, രാമന്റെ വഴി. ആ രാമനും പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. ശ്രീരാമൻ പറഞ്ഞതെന്താ? ഈ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായത് ധർമ്മമാണ്. ധർമ്മോ ഹി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം. ധർമ്മമാണ് ഏറ്റവും പ്രധാനം, അതിൽ സത്യം പ്രതിഷ്ഠിക്കണം. ആ രാമൻ ദയാപരനായ രാമനാണ്. ആ രാമൻ മര്യാദ പുരുഷൻ എന്ന് പറയാവുന്ന രാമനാണ്. ആ രാമൻ വില്ലുകുലച്ചു നിൽക്കുന്ന രൗദ്രഭാവിയായ രാമനാക്കി മാറ്റപ്പെടുന്ന ആധുനിക കാലത്തിന്റെ ഇന്ത്യയിൽ നിന്ന് അതല്ല ശരി എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആനന്ദിപ്പിക്കുന്നത്. അതല്ല ശരി, മറിച്ച് ഇന്ത്യയുടെ സഹാനുഭൂതിയെ, ഇന്ത്യയുടെ സഹിഷ്ണുതയെ, ഇന്ത്യയുടെ ജീവിതത്തിന്റെ മനോഹാരിതയെ ഈ രാമനിൽ നിന്ന്, ഈ വാൽമീകിയിൽ നിന്നൊക്കെ പഠിക്കാൻ. നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ശാശ്വതീയമായ സമാധാനം ലഭ്യമാകാതിരിക്കട്ടെ ഒറ്റ കാരണത്താൽ. ഏകം അവതീഹി കാമമോഹിതം. ക്രൗഞ്ചമിഥുനങ്ങൾ ചുണ്ടുരുമ്മി പ്രണയബദ്ധരായി നിൽക്കുമ്പോ അതിലെ ആൺകിളിയെ കൊന്നുകളയുന്നതിന്റെ തീരാവേദന കൊണ്ട്, വൈദവ്യത്തിന്റെ തീരാവേദനയാൽ ചിറകടിച്ചു കരയുന്ന ആ പെൺകിളിയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ നീ ജീവന്റെ എല്ലാ കാലത്തെയും നിത്യശാന്തിയിലേക്ക് പോകാത്ത വിധം നീ എന്നും ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയെടുത്താണ് രാമായണം. എത്ര വൈദവ്യം! വസല്ലം പറഞ്ഞു വെച്ചതും അതാണ്. നിങ്ങളെല്ലാവരും കരുണ ചെയ്യുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസത്തിന്റെ പൂർണ്ണതയിലെത്തില്ലെന്നൊരിക്കൽ പറഞ്ഞു. ലൻ തുഅ്മിനു ഹത്താ തർഹമു. നിങ്ങളെല്ലാവരും കരുണ ചെയ്യുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവില്ല. അപ്പൊ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ അനുയായികളുടെ ചോദ്യം ഇതായിരുന്നു: കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്. ഞങ്ങൾ എല്ലാവരും കരുണ ചെയ്യുന്നവരല്ലോ, പിന്നെ എന്തേ അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പൊ പറഞ്ഞു: ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സാഹിബ. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ചെയ്യുന്ന കാരുണ്യത്തെ കുറിച്ചല്ല, റഹ്മത്തുലില്ലാഹ്, സകലതിനോടും ചെയ്യുന്ന കാരുണ്യം. ഒരു മാടപ്രാവിനോടും ഒരു നായയോടും. മക്കയിലേക്കുള്ള പ്രവാചകന്റെ പ്രവേശത്തിന്റെ മുമ്പിൽ ഒരു ചരിത്രകാരൻ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത്. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കണ്ടത് ഇതാണ്: ഒരു നായ അതിന്റെ കുഞ്ഞുങ്ങളെ തേടിപ്പിടിക്കുന്ന ഒരു കാഴ്ച. അത് കണ്ടപ്പോ ആ സംഘാംഗങ്ങളെ മുഴുവനും അവിടെ നിർത്തിയിട്ട് പറഞ്ഞു: ആ നായക്ക് സമാധാനം കൊടുക്കൂ, എന്നിട്ട് പോകാം, നമുക്ക് മുന്നോട്ട്. ഇതാണ് ദയാപരതയുടെ, ഇതാണ് മനുഷ്യത്വത്തിന്റെ, ഇതാണ് കാരുണ്യത്തിന്റെ, ഇതാണ് എല്ലാ മതങ്ങളുടെയും സത്തയായി നിലനിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നാണ് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, കേരളം കണ്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിതമായ ഒരു ആശയത്തിന്റെ തണലിൽ, അതിന്റെ പ്രധാനപ്പെട്ട ഒരു സംഘമായിട്ടുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ തണലിൽ CH ഇദ്രീസ് മുസ്ലിയാരെ പോലെ, MM ബഷീർ മുസ്ലിയാരെ പോലെ, അഭിയന്തനായ വാക്കുട്ടി ഹാജിയെ പോലെ, അതിനൊക്കെ ശേഷം അതിന്റെ നെടുനായകത്വം വഹിച്ച മഹാനായ സൈനുൽ ഉലമ ചെർശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മറാഖിദഹും, ഇവരെയൊക്കെ പോലെ നമുക്ക് മുന്നേ നടന്ന മഹാമനീഷിമാരുടെ ജീവിതത്തിന്റെ സംശുദ്ധിയുടെ വഴിയടയാളങ്ങൾ തിരിച്ചറിഞ്ഞു പോകുന്ന ഒരു സംഘമാണ് ദാറുൽ ഹുദയുടെ മക്കൾ. അവരിന്ന് ബീഹാറിൽ, ആസാമിൽ, അങ്ങനെ എല്ലായിടങ്ങളിലും, ബീഹാറിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. എന്റെ കണ്ണു നിറഞ്ഞു കണ്ട ഒരു കാഴ്ചയുണ്ട്. ആ ഗ്രാമങ്ങളിൽ ഏതോ പാടങ്ങളിൽ കഴിഞ്ഞു പോകേണ്ടിയിരുന്ന ജീവിതങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുത്തിട്ട് അവർ 8 വർഷവും 9 വർഷമൊക്കെ ആകുമ്പോ ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു: യു നോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാക്കത്തി? ആ കുട്ടികൾ തലവലിക്കിട്ട് പറഞ്ഞു: സയ്യിദ PMS കോയത്തങ്ങൾ. ആ കുഞ്ഞു മക്കളുടെ കണ്ണ് കലങ്ങിയ പോലെ അവർ പറഞ്ഞു: വി നോ. ഡു നോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ? അവർ പറഞ്ഞു: വി നോ. അങ്ങനെ പറയിപ്പിക്കാൻ, അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തിന്റെ പുതിയ ജാഗരണത്തിന്റെ കാലം തുറക്കാൻ ബീഹാറിൽ കിഷൻഗഞ്ചിൽ കുർത്തുബ എന്ന പേരിൽ സംവിധാനം ഒരുങ്ങുമ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു: ഈ വലിയ വിദ്യാഭ്യാസ സംവിധാനം
ഇത് ഈ നാടിന് നേര് പറയാനുള്ളതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിജയിപ്പിക്കട്ടെ എന്ന് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് VS ജോയി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഓണപ്പള്ളി ഉസ്താദിന്റെ കവിത പോലെ സുന്ദരമായ പ്രഭാഷണം കഴിഞ്ഞു. ഇനി പ്രൗഢോജ്വലമായ 2 പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദത്തിന്റെ ഉടമകൾ പ്രിയപ്പെട്ട ശ്രീ KM ഷാജി അവർകളും സന്ദീപ് വാര്യരും സംസാരിക്കാനിരിക്കുകയാണ്. അവര് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സദസ്സ് ശൂന്യമായി പോകും. എന്റെ പ്രസംഗാരങ്ങളിൽ വരുന്ന സ്തുതിഗീതങ്ങൾ, നമ്മുടെ ഗുരുദ്വാരകളിൽ വരുന്ന മന്ത്രധ്വനികൾ ഈ നാടിന്റെ സൗരഭ്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ മഹിതമായ ഒരു മാനവിക സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വരുന്നത് ഭാരതത്തിൽ നിന്നാണ്, അത് മതത്തിന്റെ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് എന്നാണ് പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. വിവിധ മതങ്ങളും ഭാഷകളും ജാതികളും ഒക്കെയുള്ള വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യമാണ്. മറ്റ് രാജ്യങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത ഒന്നുകിൽ ഒരു മതം മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു ഭാഷ മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു നിറം മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുടെ കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ ഒരു ജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ കൂട്ടായ്മയാണ്, ഒരേ ആചാരം മാത്രമുള്ള, അനുഷ്ഠാനം മാത്രമുള്ളവരുടെ കൂട്ടായ്മയാണ് ഒരു രാജ്യം. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത, ഇത് വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെ, കത്തിയവാർ മുതൽക്ക് കാമരൂപം വരെ, നാഗാലാൻഡ് മുതൽക്ക് നാഗർകോവിൽ വരെ, ആസാം മുതൽക്ക് ആൻഡമാൻ വരെ, ലഡാക്ക് മുതൽക്ക് ലക്ഷദ്വീപ് വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ രാജ്യത്തിന്റെ വൈവിധ്യമാണ്, ഈ രാജ്യത്തിന്റെ വൈജാത്യമാണ്, ഈ രാജ്യത്തിന്റെ വൈരുദ്ധ്യങ്ങളാണ്, ഈ രാജ്യത്തിന്റെ വൈചിത്രങ്ങളാണ്. എത്രയോ മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഹിന്ദുമതം മാത്രമല്ല, ഹിന്ദുമതത്തെ നൊന്ത് പ്രസവിച്ച മണ്ണാണി മണ്ണ്. പക്ഷേ ആ ഹിന്ദുമതം ലോകത്ത് പിറന്നു വീണ മുഴുവൻ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് മാടി പിടിച്ച് ഭാരതത്തിന്റെ സൂര്യന് കീഴിൽ അവർക്ക് അഭയം നൽകിയ സനാതന ഹൈന്ദവ സംസ്കൃതിയുടെ പാരമ്പര്യം പേറുന്ന ഋഷിപ്രോക്തമായ ഒരു സംസ്കാരത്തിന്റെ വിളനിലമായ വിശുദ്ധ ഭൂമിയാണ് നമ്മുടെ ഭാരതം. ഇസ്ലാം മതം കടൽ കടന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നു, ഇന്ത്യ രാജ്യം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ക്രിസ്തുമതം കടൽ കടന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നു, ഇന്ത്യ രാജ്യം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. എല്ലാ മതങ്ങളും കടൽ കടന്ന് ഈ രാജ്യത്തെ കടന്നു വന്നപ്പോ ഈ രാജ്യം കൈനീട്ടി അവരെ സ്വീകരിച്ചു. അങ്ങനെ ലോകത്തുള്ള എല്ലാ മതങ്ങളും നമ്മുടെ രാജ്യത്തെ കടന്നു വന്നു, ലോകത്തുള്ള എല്ലാ ഭാഷകളും നമ്മുടെ രാജ്യത്തെ കടന്നു വന്നു, ലോകത്തുള്ള എല്ലാ സംസ്കാരങ്ങളും സംസ്കൃതികളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ രാജ്യത്തെ കടന്നു വന്നു. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യം ഒരു അത്ഭുതമാണ്. 6 മുഖ്യ മതങ്ങളുണ്ട്, 6200 ജാതികളുണ്ട്, 7 മുഖ്യ വംശങ്ങളുണ്ട്, 52 വർഗങ്ങളുണ്ട്, 18 പ്രധാന ഭാഷകളുണ്ട്, 16,000 ഉപഭാഷകളുണ്ട്. ഈശ്വര വിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ഏകദൈവ വിശ്വാസികളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്, താടി വെച്ചവരും താടി പഠിച്ചവരും തൊപ്പി ധരിച്ചവരും തലപ്പാവ് ധരിച്ചവരുമുള്ള ഇന്ത്യ രാജ്യം, പശുവിനെ ഭുജിക്കുന്നവരും പശുവിനെ പൂജിക്കുന്നവരുമുള്ള ഇന്ത്യ രാജ്യം, പന്നിയെ അറുക്കുന്നവരും പന്നിയെ വെറുക്കുന്നവരുമുള്ള ഇന്ത്യ രാജ്യം, തട്ടമിട്ടവരും പൊട്ടുതൊട്ടവരുമുള്ള ഇന്ത്യ രാജ്യം. വൈവിധ്യങ്ങളാൽ നമ്മുടെ രാജ്യം സമ്പന്നമാണ്. ഈ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാനവിക ഐക്യമാണ്. ആ മാനവികതയെ മുറിവേൽപ്പിക്കാൻ, മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കുവാനുള്ള വളരെ ഗൂഢമായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ മാനവിക ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ഒരുമിച്ച് എല്ലാവരെയും ഒന്നായി ചേർത്തുകൊണ്ട് വളരെ മനോഹരമായ ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചുള്ളത്. നമുക്കിടയിലുള്ള പാരസ്പര്യത്തിന്റെ പാലം തകർത്ത് നമുക്കിടയിൽ പരസ്പര സ്പർദ്ധയും വിദ്വേഷവും വളർത്തുവാനുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്, ഒരുമിച്ചാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഈ രാജ്യത്തിന്റെ പാരമ്പര്യം അതാണ്. മതത്തിന്റെ പേരിൽ ആർക്കും ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. 1992 ഡിസംബർ മാസം 6-ാം തീയതി ബാബറി മസ്ജിദിന്റെ തങ്ക താഴികക്കൂടങ്ങൾ തച്ചു തകർക്കാൻ മൂക്കുതൊട്ട് മൂർദാവ് വരെ നീട്ടിവരച്ച കുങ്കുമ കുറിയണിഞ്ഞ RSSന്റെ കർസേവകർ കടന്നു വരികയാണ്. 400 വർഷത്തെ പഴക്കമുള്ള ബാബറി മസ്ജിദ്, 18 കോടി ഇന്ത്യൻ മുസൽമാന്റെ ആരാധനാലയമായ ബാബറി മസ്ജിദ്, ഈ രാജ്യത്തിന്റെ വാസ്തുശില്പകലയുടെ നിദർശനമായ ബാബറി മസ്ജിദ്, ആ ബാബറി മസ്ജിദ് തകർക്കാൻ RSSകാർ കടന്നു വന്നപ്പോ ആ RSSകാരുടെ മുമ്പിലേക്ക് ആദ്യം കടന്നു എന്ന്, അരുത്, നിങ്ങൾ ഈ പള്ളി പൊളിക്കരുത്, ഈ പള്ളിക്കൊരു പോറൽ പോലും ഏൽപ്പിക്കരുത് എന്ന് അവരുടെ മുമ്പിൽ കൂപ്പുകയോടെ യാചിച്ചത് സ്വാമി മോഹീന്ദ്രദാസ് എന്ന് പറയുന്ന കാഷായ വസ്ത്രധാരിയായ സന്യാസിയാണ്. അവിടെ ഒരു പള്ളി പൊളിച്ച് അമ്പലം പണിതാൽ അവിടെ പൂജാരിയായി RSS നിയോഗിക്കാൻ പോലും സാധ്യതയുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്ന സ്വാമി മോഹീന്ദ്രദാസ് അന്ന് മതേതരത്വത്തിന്റെ ാണ് അയ്യപ്പ ഭക്തന്മാർ മടങ്ങി വരുന്നത്. ഈ നാടിന്റെ പാരമ്പര്യം, ഈ നാടിന്റെ പൈതൃകമതാണ്. ഈ മലപ്പുറത്ത് പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർക്ക്
സന്ദീപ് വാര്യർ സാറിയും വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ആ പുസ്തകം ഒരു അമുസ്ലിമിൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാം എന്ന സജീവൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ബഹുമാനായിട്ടുള്ള യോഗാധ്യക്ഷൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായിട്ടുള്ള സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ആമുഖ ഭാഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ ഹാരിസ് കെ പി ഹുദവി, ഇവിടെ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവ്, അതിമനോഹരമായി നമ്മളോട് സംവദിച്ച വൈജ്ഞാനിക ശ്രേഷ്ഠൻ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, എൻ്റെ പ്രിയ സുഹൃത്തും കേരള രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ ഉറപ്പുകൊണ്ട് ശ്രദ്ധേയനുമായിട്ടുള്ള ശ്രീ കെ എം ഷാജി, DCCയുടെ മലപ്പുറം ജില്ലാ അധ്യക്ഷനും പ്രിയ സുഹൃത്തുമായ ശ്രീ VS ജോയ്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ മുത്തേടം, ഡോക്ടർ അൻവർ ഷാഫി ഹുദവി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അലുമിനി, നല്ലവരായ നാട്ടുകാർ, ഏവർക്കും സാദര നമസ്കാരം. നിങ്ങളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് ആ കോണിലുള്ള കാഴ്ച മാത്രമായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ദൃഷ്ടിഗോചരമായിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ സത്യം. പക്ഷെ എന്നു മുതൽ നിങ്ങൾ വ്യത്യസ്തമായ പ്രതലത്തിൽ നിന്നുകൂടി അതേ കാഴ്ചയെ സമീപിക്കുന്നുവോ, അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കണ്ടത് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് നേരത്തെ കാഴ്ചയിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ ചരിത്രത്തെ വായിച്ചിരിക്കുന്നത് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണോ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടെക്സ്റ്റ് മുഖേനയാണോ നിങ്ങൾ ചരിത്രത്തെ സമീപിച്ചത്, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ചരിത്രബോധം രൂപപ്പെടുന്നത്. ഞാൻ സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത്, BJPയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള, അതല്ലെങ്കിൽ എന്റെ മസ്തിഷ്കത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള എനിക്ക് താല്പര്യമുള്ള ഗ്രന്ഥങ്ങളും എനിക്ക് താല്പര്യമുള്ള ചരിത്രവും മാത്രം വായിക്കുമ്പോൾ ഞാൻ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റുകൾ മാത്രമായിരിക്കും എന്റെ മുൻപിൽ വരിക. സ്വാഭാവികമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മുൻപിൽ അവൻ എപ്പോഴും വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ അവന്റെ തലച്ചോറിൽ എപ്പോഴും അവൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അവൻ ഇഷ്ടപ്പെടുന്ന പ്രത്യയശാസ്ത്രത്തെ, അവൻ നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പുകഴ്ത്തുന്നതും ഇതര ആശയങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നതുമായിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കാനായിരിക്കും ആഗ്രഹിക്കുക. അവിടെയാണ് വിശാലമായ വായനയുടെ ആവശ്യമുള്ളത്. നമ്മൾ ഏകപക്ഷീയമായിട്ടുള്ള കാഴ്ചകൾ കാണാതെ, ഏകപക്ഷീയമായിട്ടുള്ള വായനകൾ വായിക്കാതെ, എല്ലാ തലത്തിൽ നിന്നും വായിക്കാനും കാണാനും വേണ്ടി നമ്മൾ എന്നു മുതൽ ശ്രമിച്ചു തുടങ്ങുന്നുവോ അന്നു മുതൽ നമ്മളൊരു മനുഷ്യനായിട്ട് മാറും. അന്ന് ഞാൻ ഉയർത്തിയിട്ടുള്ള വലിയൊരു വാദം അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനപരമായി മതേതരമല്ല എന്നായിരുന്നു എന്റെ വാദം. മതേതരത്വം എന്ന ആശയം 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി 75-ൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് അതിലേക്ക് ചേർത്ത് വെച്ചതാണ്. അത് നിലനിൽക്കുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനാ ശക്തികൾ ഒരിക്കലും മതേതര രാജ്യമായി ഇന്ത്യയെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു എന്റെ ആർഗ്യുമെന്റ്. അതായിരുന്നു BJPയുടെ നറേറ്റീവ്. ഞങ്ങൾ ഏറെക്കാലമായി പറഞ്ഞുകൊണ്ടിരുന്ന നറേറ്റീവ് അതായിരുന്നു. ഒരുപക്ഷെ ഒരു വശത്ത് ചിന്തിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, അടിയന്തര സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് എന്ന് പാണക്കാട്ട് തങ്ങൾ പറയുമ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടിരുന്നത്? തങ്ങളെ അപമാനിക്കാൻ പാടുണ്ടോ? ആക്ഷേപിക്കാൻ പാടുണ്ടോ? അടുത്തതായി ബഹുമാനപ്പെട്ട ഷാജി സാഹിബിനെ നിങ്ങളെ വേണ്ടി അസാദര ക്ഷണിക്കുന്നു. ഒരു പെടച്ചിലുണ്ട്. കാരണം
നമ്മൾ ലോ മേക്കേഴ്സ് ആണ് സഭാംഗങ്ങൾ എന്ന് പറയുന്നത്, ലോ ബ്രേക്കേഴ്സ് അല്ല. നിയമം ഉണ്ടാക്കുന്നവരാണ്, നിയമത്തെ ലംഘിക്കുന്നവരാവരുത്. അതുപോലെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ സൂക്ഷിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു സാധാരണ പ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ട്. രാഷ്ട്രീയക്കാര് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയാം, പക്ഷേ രാഷ്ട്രീയക്കാർ എന്നൊക്കെ പറഞ്ഞു നടക്കണ ആ തരത്തിലുള്ളവർക്കൊന്നും ഇല്ലാത്ത ചില കാര്യങ്ങൾ, സൂക്ഷ്മതകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്ന് വെച്ചാല് നിങ്ങളൊരു തൊപ്പി വെച്ച് അല്ലെങ്കിൽ ഒരു തലക്കെട്ട് കെട്ടിയിട്ട് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്താലും തലക്കെട്ടാണ് ഞാൻ ചെയ്താലും ഒരേ തെറ്റല്ലേ? പക്ഷെ നിങ്ങൾ അങ്ങനെ പോകുമ്പോ എനിക്ക് എന്നാൽ എന്റെ ഉള്ളൊന്ന് പടക്കും. പോലീസുകാർ കാണില്ലേ? നമ്മൾ പോയാലും കാണുമല്ലോ. പക്ഷെ നിങ്ങള് പോകുമ്പോ, നിങ്ങളിൽ ഒരാൾ പോകുമ്പോ മനസ്സിനൊരു പെടക്കലാണ്. കാര്യം എന്ത്? നിങ്ങൾ ഒരു സമൂഹത്തിന്റെയും ഒരു സമുദായത്തിന്റെയും പ്രതീകങ്ങളാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തമുണ്ട്, സൂക്ഷ്മതയുടെ ഉത്തരവാദിത്തമുണ്ട്. ഒരുപാട് കാര്യം ഞാൻ പറയണില്ല. ആധുനിക കാലത്ത് ഈ പറയണ ഈ സമൂഹത്തിൽ നമ്മള് പിന്നെ പറയേണ്ടി വരുന്നത് ഇപ്പൊ അടുത്ത കാലത്തൊക്കെ കാണുന്ന കോലാഹലം കൊണ്ടാണ്. ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എവിടുന്ന് അത് പറയാം? ഇതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, നമ്മൾ പഠിച്ചൊരു ക്രൈറ്റീരിയ. അത് അദബ്, റെയിമ്, ഇബാദത്ത് എന്നാണ്. അദബ് ഉള്ള ആൾക്ക് ഇൽമുണ്ടായാണ്, അദബ് ഇൽമുള്ള ആള് ഇബാദത്ത് ചെയ്യുന്നു. ആ ക്രൈറ്റീരിയക്ക് ഒരു സൗന്ദര്യമുണ്ട്. ഇൽമുണ്ടായിട്ട് അദബില്ലാതായ, ഇബാദത്ത് ചെയ്തിട്ട് ഇൽമും അദബും ഇല്ലാതായ, വെറുതെ ആലോചിച്ചു. നിങ്ങളെ പഠിക്കുന്ന സിലബസ് ഒന്നും നിങ്ങൾ പരിശോധിക്കും. എനിക്കിങ്ങനെ വലിയ അഭിമാനം, ദാറുൽ ഹുദയിലെ കുട്ടികളെ ലോകത്തിലെ എല്ലാ ഇടങ്ങളിൽ ചെല്ലുമ്പോഴും കാണുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നിങ്ങളിൽ പരിശീലിപ്പിക്കപ്പെട്ട ഒരു ചിട്ടയുണ്ട്, അത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെയല്ല. മറ്റു മതങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ 1000 വട്ടം സൂക്ഷിക്കണം. ഞാനോ ജോയിയൊക്കെ പറയുമ്പോ വിശ്വാസപരമായിട്ട് ജോയി ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞങ്ങൾക്കൊരു പൊതു പ്ലാറ്റ്ഫോം സ്പേസ് ഉണ്ട്. സ്നേഹമുള്ളവരെ, നിർഭാഗ്യവശാൽ നിങ്ങൾക്കതില്ല. നിങ്ങൾ സംസാരിക്കുന്നതിന് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയണത്, രാഷ്ട്രീയത്തിൽ എമ്മമണി പറ്റും, മതത്തിനിടയിൽ എമ്മമണിമാർ പറ്റില്ല. അതാണ് മതത്തിലെ എമ്മമണി ആവരുത്. അത് വലിയ പ്രശ്നമാണ്. രാഷ്ട്രീയത്തിലെ എമ്മമണി എന്ന് പറഞ്ഞു എന്താ കടിച്ചു പറിച്ചാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങളെങ്ങാനും പറഞ്ഞ വിവരം പറഞ്ഞു. അപ്പൊ അതാണ്. അപ്പൊ അത് ഒരു സൂക്ഷിക്കേണ്ടുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വല്ലാതെ വൈകിട്ട് മലകളെ കുറിച്ചും അർദലുകളെ കുറിച്ചും ഖുർആൻ പറയുന്നു. വലിയ വിശദീകരണം ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് നമുക്കറിയാം. വരണ്യവർഗങ്ങളും കീഴാളന്മാരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസരത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് ഈ കീഴാള വർഗമാണ്. ആ സമയത്ത് ഈ വരണ്യന്മാര് പറയുന്ന ഒരു കാര്യമുണ്ട്, മുഹമ്മദ് നിന്നെ ഞങ്ങൾ അംഗീകരിക്കാം, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഈ തല്ലിപ്പൊളികളെ, അവരുടെ ഭാഷയിൽ ഈ കീഴാളന്മാരെ നിങ്ങൾ ഇങ്ങനെ മാറ്റുന്നു. ഞങ്ങൾ ഈ ഖുറൈശി പ്രമുഖന്മാർക്കൊക്കെ വന്നു കയറാവുന്ന ഒരു സ്പേസ് അല്ല നിങ്ങളുടെ ചുറ്റുവട്ടം. അവിടെ പൊളിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇത് നിലമ്പൂരിൽ നിന്ന് പറയുമ്പോൾ, ഒരു വയനാട്ടുകാരൻ എന്ന നിലക്ക് നിലമ്പൂരിൽ നിന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലല്ല, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ്. ദളിതുകൾ, ആദിവാസികൾ. നിങ്ങളറിയുമോ, കേരളത്തിലെ കഴിഞ്ഞ ഓക്സിജനും എന്നത് വെള്ളത്തിന്റെ രാസനാമമാണ്. എന്നാൽ വെള്ളം
2 ഹൈഡ്രജനും ഓക്സിജനും മാത്രമല്ല, ദാഹം കൂടിയാണ്. വിദ്യാഭ്യാസത്തിന്റെ മൗലികതയെ കളയാൻ പാടില്ല. ദാറുൽ ഹുദ പ്രസരിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പരിസരം ആ മൗലികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. ആ മൗലികതയെ കൈവിട്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സംരംഭമായാലും അത് ദാറുൽ ഹുദയുടെ എയിമിനോട് ചേരുന്നതാവില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, പരിസരത്തിൽ കണ്ണു തുറന്ന് ചുറ്റുവട്ടത്തുള്ളവരോട് മുഴുവൻ സംവദിക്കാൻ കഴിയുന്നു, അവരോട് മുഴുവൻ സംസാരിക്കാൻ കഴിയും, അവർക്ക് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ദഅവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോ നമ്മളുടെ പൂർവികന്മാർ കേരളത്തിലേക്ക് വരുമ്പോൾ അറബി ഭാഷ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്തു? മലയാളീകരിക്കാൻ അറബി മലയാളം കൊണ്ടുവന്നവരാണ്. കമ്മ്യൂണിക്കേഷനിൽ അത് വലിയ പ്രധാനമാണ്. നോർത്തിലേക്ക് പോയാൽ എന്താ വെച്ചാൽ അവർ ഉറുദുവായിട്ട് നിന്നു എന്നുള്ള പ്രശ്നം, അതൊരു വലിയ പ്രശ്നമാണ്. അവരുടെ വേഷം കൊണ്ട് അവർ മാറി നിന്നു എന്നുള്ളതാണ് പ്രശ്നം. വേഷം പ്രധാനമാണ്, ഭാഷ പ്രധാനമാണ്. നിങ്ങൾ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോടുള്ള സംസാരവും ഇടപെടലുകളും പ്രധാനമാണ്. ദാറുൽ ഹുദ പ്രചരിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ആഘോഷമാണ് അതിന്റെ വാർഷികങ്ങളിൽ നടക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളിൽ ജാഗരൂകരായി നിൽക്കുക എന്നത്, കണ്ണു തുറന്ന് ഉത്തരവാദിത്തത്തോടുകൂടി നിൽക്കുക എന്ന ബാധ്യത നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ മഹാസ്വപ്നത്തിന് വേണ്ടി നടന്നവരുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. പറയാൻ വിചാരിച്ച കാര്യങ്ങളെ വളരെ അടുത്തും ചിട്ടയോടുകൂടെ അടുത്തും ചിട്ടയൊന്നും ഇല്ലാതെ ഞാൻ ഒതുക്കി പിടിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു പെർമിഷന്റെ പ്രശ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ബാധകമാണ്. അത് ഞാനായിട്ട് ലംഘിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 10 മണിയാണ് നമ്മളുടെ സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഒരിക്കലൂടെ പറയട്ടെ, അതിമനോഹരമായ ഈ സായാഹ്നം ദാറുൽ ഹുദയുടെ ചരിത്രത്തിൽ മറക്കാത്ത ഒരു ദിവസമാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുതൽ സന്ദീപ് വാര്യർ വരെയുള്ളവരുടെ സംസാരം ഇന്നത്തെ സായാഹ്നത്തിലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്, നിങ്ങളുടെ ഒരു ഓർമ്മയാണ് എന്നൊരിക്കൽ കൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അല്ലാഹു ഈ കൂടിയിരിക്കുന്നത് ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയൻ.